പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂര്യൻ എന്ന നടൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ നന്മ അഗരം ഫൗണ്ടേഷൻ 15 വർഷമായി സ്ഥാപിക്കപ്പെട്ടിട്ട് നമ്മൾ നന്മ വളരെയധികം മാധ്യമങ്ങളിലൂടെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം നമ്മൾ കാണാതെ പോയ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. അദ്ദേഹം സിനിമ ഫീൽഡിൽ സ്വന്തം അച്ഛൻ സിനിമ ഫീൽഡിലുണ്ടായിട്ടും, അദ്ദേഹം ഒരു നടനായിരുന്നിട്ടും, ശിവകുമാറിൻ്റെ മകനായിരുന്നിട്ടും നേരെ സിനിമയിലേക്ക് വരാതെ മറിച്ച് തുണിക്കടയിൽ ജോലി ചെയ്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്, പ്രയത്നം കൊണ്ട് സിനിമയിലേക്ക് നേരിട്ടെത്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നന്മയുണ്ട്. ഒരുപാട് പേരെ ഉയരങ്ങളിലെത്തിച്ച വലിയ മനുഷ്യനാണ് സൂര്യ. മരണശേഷം തൻ്റെ സമ്പാദ്യത്തിൻ്റെ 96% തൻ്റെ അവയവങ്ങളും അഗരത്തിനായി, അഗരം എന്ന ഫൗണ്ടേഷൻ, അഗരം എന്ന ട്രസ്റ്റിനായി മാറ്റിവെച്ച നടനാണ് സൂര്യ. നമ്മുടെ മലയാളം സിനിമയിലും മലയാളം സിനിമ ഫീൽഡിലൊന്നും സൂര്യയെപ്പോലെ ഒരു ആക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം സൂര്യ അത്രത്തോളം നന്മയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ അതിന് തുല്യം പറയാനായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആരിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രയും 1800ഓളം എഞ്ചിനീയർമാരെയും 51 ഡോക്ടർമാരെയും 15 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ 50 വയസ്സിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഏകദേശം 28-29 വർഷങ്ങൾ അദ്ദേഹം സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയം 1997. അങ്ങനെ അദ്ദേഹം ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്രയധികം പേരെ ഉയർത്തുവാനിടയായി, എത്ര പേർക്ക് നന്മ ചെയ്യുവാനിടയായി. അദ്ദേഹത്തെക്കുറിച്ച് എത്ര നമുക്ക് പ്രചരിപ്പിച്ചാലും മതിയാവില്ല. കാരണം അത്രത്തോളം നന്മ ചെയ്തൊരു മനുഷ്യൻ്റെ പേര് ഇനിയും ഉയരുക തന്നെ വേണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്തയിൽ വീണ്ടും കാണുകയുണ്ടായി, അഗരം ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ സൂര്യ ജ്യോതികയോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ ഫണ്ട് നമ്മൾ റേസ് ചെയ്യും? അപ്പോൾ സ്നേഹമാണ് നമ്മളെ ഇത് മുന്നോട്ട് നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് ജ്യോതിക സൂര്യയോട് പറയുകയുണ്ടായി. അപ്പോൾ സ്നേഹമാണ് അവരെ നടത്താൻ ഇത് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ സ്നേഹം അവരത് ഫ്ലറിഷ് ചെയ്യുവാൻ, അവരത്